കോഴിക്കോട് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ പെൺവാണിഭ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരായ 2 പോലീസുകാർ അറസ്റ്റിൽ. ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലെ ഡ്രൈവർമാരായിരുന്ന പെരുമണ്ണ സ്വദേശി സീനിയർ CPO ഷൈജിത്ത്, കുന്നമംഗലം പടനിലം സ്വദേശി CPO സനിത് എന്നിവരെയാണ് താമരശ്ശേരി കോരങ്ങാട് നിന്നും പിടികൂടിയത്. ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് പെൺവാണിഭ ഇടനിലക്കാരി വയനാട് സ്വദേശി ബിന്ദുവിന്റെ ഭർത്താവ് രാജുവാണെന്ന് പോലീസ് കണ്ടെത്തി. മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ പ്രതി ചേർത്ത് സസ്പെൻഷനിലായതിന്റെ പിന്നാലെ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു പോലീസുകാരായ കെ ഷൈജിത്തും കെ സനിത്തും. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ താമരശ്ശേരിയിലെ ആൾതാമസമില്ലാത്ത വീടിന്റെ മുകൾ നിലയിലായിരുന്നു ഇവർ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അവിടെ നിന്നും പുതിയ ഒളിത്താവളത്തിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് നടക്കാവ് പോലീസും കോഴിക്കോട് സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്ന് 2 പേരെയും പിടികൂടിയത്. പെൺവാണിഭ കേന്ദ്രത്തിന്റെ ഇടനിലക്കാരിയായ വയനാട് സ്വദേശിനി ബിന്ദുവിന്റെ ഭർത്താവ് രാജുവിന്റെ പേരിലുള്ള സ്വിഫ്റ്റ് കാറിലായിരുന്നു ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഈ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 2 പേരെയും ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ബിന്ദുവും ഭർത്താവ് രാജുവുമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 9-നാണ് മലാപ്പറമ്പ് ഈയപ്പാടി റോഡിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടന്നുവന്ന പെൺവാണിഭ കേന്ദ്രത്തിൽ നടക്കാവ് പോലീസ് റെയ്ഡ് നടത്തിയത്. അന്ന് 6 സ്ത്രീകളെ ഉൾപ്പെടെ 9 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. പോലീസുകാർക്കൊപ്പം പെൺവാണിഭ കേന്ദ്രം നടത്തിയിരുന്ന ബാലുശ്ശേരി വട്ടോളി ബസാർ സ്വദേശി അമനീഷ് കുമാറിനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 2 പോലീസുകാരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചതോടെ ഇയാളെയും ഉടൻ കണ്ടെത്താനാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.